ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ചോദിച്ചിട്ട് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായി ഇത് നോട്ട് എഴുതി അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് എന്താണ് നിങ്ങൾക്ക് ഏതാണോ സൗകര്യമുള്ളത് അത് നോക്കി പഠിക്കുക. പിന്നെ എക്സാം എടുക്കാനായി എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ഇപ്പോൾ ഇരുന്നാലേ നമുക്ക് ഈ ഒരു 2 മാസം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ടൈം നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായും കിട്ടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചെടുത്ത് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം സ്പീഡിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അതനുസരിച്ച് എൻ്റെ കൂടെ ഫോളോ ചെയ്ത് പോരുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് മുന്നോട്ടിടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അവശിഷ്ട അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 246. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് അവശിഷ്ട അധികാരം? ഓക്കെ, അവശിഷ്ടാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ടാധികാരം. പിന്നെ ഇത് പുതിയ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഇത് ടെസ്റ്റ് ചെയ്ത് തെറ്റിപ്പോയതാണ്, നിങ്ങൾ ശരിയാക്കണം കേട്ടോ. അത് പുതിയ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. എപ്പോഴും പറയുന്ന പോലെ ഡേറ്റ് നോട്ടിൽ സെപ്പറേറ്റ് എഴുതി പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. അപ്പം പുതിയ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നായിരുന്നു? ആദ്യത്തെ സുപ്രീം കോടതി 1950 ജനുവരി 28. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ. സുപ്രീം കോടതിയിലെ ആദ്യ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 8. അപ്പം പുതിയ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഇന്ത്യയിൽ ആദ്യ സുപ്രീം കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. സുപ്രീം കോടതി ആദ്യ ജഡ്ജിമാരുടെ എണ്ണം എത്രയായിരുന്നു? 8. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. അപ്പം പുതിയ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. പിന്നെ സുപ്രീം കോടതി പിന്നെ എന്താണ് നമ്മൾ ഇപ്പോഴത്തെ പേജിൽ നോക്കിയത്? ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. സുപ്രീം കോടതി സ്ഥാപിക്കുന്ന സമയത്ത് ആദ്യത്തെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 8. പിന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? 32. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നിയമോപദേശം നൽകാമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 143. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആർട്ടിക്കിൾ നമ്പേഴ്സൊക്കെ അതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പം ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 28. പിന്നെ സുപ്രീം കോടതി ആദ്യ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 8. ഇന്ത്യയിൽ സുപ്രീം കോടതി ആദ്യമായി സ്ഥിതി ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിൽ. പിന്നെ എന്താണ് നമ്മൾ നോക്കിയത്? സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നിയമോപദേശം നൽകാമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 143. പിന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതി അഭിഭാഷകനായിരിക്കെ ജഡ്ജിയായ ആദ്യ വനിത ഇന്ദുമൽ ഹോത്ര. സുപ്രീം കോടതി ജഡ്ജിയായിരിക്കെ അഭിഭാഷകയായിരിക്കെ ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഇന്ദുമൽ ഹോത്ര. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഒന്നൊന്നായി കറക്റ്റ് ചെയ്ത് ഇത് ആദ്യത്തെ 2 നമ്മൾ നേരത്തെ പ്രീവിയസ് ഇയറിൽ നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ചാണല്ലോ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീരാത്തത് ബാക്കി 2 ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനയുടെ കുറച്ച് ആർട്ടിക്കിളാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവശിഷ്ട അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ടാധികാരം. ഓക്കെ, പുതിയ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി എവിടെയാണ്? കൊൽക്കത്തയിൽ. സുപ്രീം കോടതി സ്ഥാപിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 8. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നിയമോപദേശം നൽകാമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 143. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഇന്ദുമൽ ഹോത്ര. അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ ഈ നോട്ട്സൊക്കെ തരുന്നതിന് ശേഷം ഞാൻ കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓഫ്ലൈനായി ക്ലാസ് കൊടുക്കുന്നത്, ആ ക്ലാസ്സിൻ്റെ തന്നെ നോട്ട്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ
എത്രയും പെട്ടെന്ന് നിങ്ങളിതൊക്കെ വായിച്ച് പഠിച്ച് നല്ലൊരു വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.